ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്കിന്നൊരു സദ്യ സ്റ്റൈൽ പരിപ്പ് കറി ഉണ്ടാക്കിയാലോ? കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. ഞാനിവിടെ പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലാത്ത ദിവസം മൂക്കും ഇതും പപ്പടം വറുത്തതും കൂടെ ഒക്കെ കൊടുത്തു വിടുവേ. അവർക്ക് ഭയങ്കര ഇഷ്ടം. ഇവിടെ മോനും ഭയങ്കര ഇഷ്ടമായി പരിപ്പ് കറി. നമ്മുടെ തിരുവനന്തപുരം കൊല്ലം ഭാഗത്തൊക്കെ സദ്യ സ്റ്റൈൽ പരിപ്പ് കറി എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെയാണ് ഓണത്തിനും വിശേഷ ദിവസങ്ങൾക്കൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടത് ഒരു 5-6 ചുമന്നുള്ളി ഇട്ടാൽ മതി, ചെറിയ ഉള്ളി. പക്ഷേ ഞാൻ ഇട്ടേക്കുന്ന സവാളയാണ്, 2 സവാളയും ഒരു പച്ചമുളകും 4-5 അല്ലി വെളുത്തുള്ളി. അങ്ങനെ പയറ് നന്നായിട്ട് കഴുകിയെടുത്തേ. അതിനുശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും വെളുത്തുള്ളി ചേർക്കേണ്ട, വെളുത്തുള്ളി നമുക്ക് അരയ്ക്കുമ്പോൾ ചേർത്താൽ മതി കേട്ടോ. അങ്ങനെ ഈ പച്ചമുളകും നമ്മുടെ എരിയൊക്കെ നമുക്ക് ഓപ്ഷണലാണ്, നമുക്ക് വേണ്ടുന്നത്ര അനുസരിച്ച് അങ്ങ് ഇടുക. അതിലേക്ക് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് അടച്ച് വിസിൽ കേൾപ്പിച്ചെടുക്കാം. വിസിലെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റ് എത്ര വിസിലെന്ന് പറയാൻ അറിയത്തില്ല കേട്ടോ. ഈ പരിപ്പ് കടലയൊക്കെ വേവുന്നതെന്ന് വെച്ചാൽ ഒരു ഇത്ര വിസിലിന് വെന്തു എന്ന് പറയാനായിട്ട് ഉള്ള എക്സ്പീരിയൻസ് എനിക്കില്ല കേട്ടോ. പിന്നെ വെന്തൊരു മണം വരും, പിന്നെ ഒരു ഏകദേശ രൂപം വെച്ചോ, ചിലപ്പോൾ 6, 7, 8 വിസിലൊക്കെ പോവും. അപ്പോൾ ഇനി എൻ്റെ കുക്കറിൻ്റെ കുഴപ്പമാണോ അതോ ഇനി ഞാൻ ചെയ്യുന്നതിൻ്റെ കുഴപ്പമാണോ എന്നൊന്നും എനിക്കറിയാൻ വയ്യ. അപ്പം നമുക്ക് ഒരു പരുവം അറിയാമല്ലോ, അതിനനുസരിച്ച് വേവിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കവേ. അപ്പോൾ ഈ വെളുത്തുള്ളി നമ്മൾ ചേർക്കേണ്ടത് ഈ തേങ്ങയ്ക്കകത്ത് കേട്ടോ. വേണമെങ്കിൽ പരിപ്പിൽ വേവിച്ചെടുക്കാം, അതങ്ങ് ഇതായിട്ട് പോവുമെങ്കിലും ഈ സമയത്ത് നമുക്ക് ചേർക്കാം. അതിൽ കുറച്ച് ജീരകവും തേങ്ങയും വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഞാൻ വെളുത്തുള്ളിയും ജീരകവും ഇടുന്നത് ഇതിനകത്ത് കിട്ടിയില്ലേ. അപ്പോഴത്തേക്ക് നമ്മുടെ പയറൊക്കെ വെന്ത് വന്നായിരുന്നു. ഇനി അതൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. ആ പയറൊക്കെ നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഞാനിവിടെ പയറിൻ്റെ അലവല്ല എടുത്തേക്കുന്നത്, ഫുൾ പയറായിട്ടോ എടുത്തേക്കുന്നത്. പയറിൻ്റെ അലവൊക്കെ വെച്ച് മാത്രം ചെയ്യുന്നവരുണ്ട്, സദ്യക്കൊക്കെ മിക്കവാറും അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാനിവിടെ ഫുള്ളായിട്ട് എടുത്തേക്കുവാ പയർ. അങ്ങനെ അതിലേക്ക് ആ അരപ്പ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് അതൊന്ന് ജാറൊന്ന് കഴുകി അരപ്പൊന്ന് കലക്കി കൊടുക്കുക, ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. പയറൊക്കെ വെന്തുടയുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ ചിലപ്പം അത് സെപ്പറേറ്റ് കിടക്കുന്ന കാണുമ്പം തിന്നാനായിട്ടൊക്കെ ചിലർ പാടായിരിക്കും കേട്ടോ. ഇവിടെ മോനും മോക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമായത് കേട്ടോ. അങ്ങനെ ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. പരിപ്പ് തിളപ്പിക്കാത്തവരും ഉണ്ടേ, അപ്പോൾ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങളൊക്കെ നന്നായിട്ട് തിളപ്പിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തേ. കറിവേപ്പില എൻ്റെ ഇല്ല, ഞാൻ വീട്ടിൽ നിന്നാണ് സാധാരണ കറിവേപ്പില കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പം വീട്ടിൽ പോകുമ്പോൾ 2-3 വട്ടം പോയിട്ട് ഞാനതങ്ങ് മറന്നുപോയി. പിന്നെ എല്ലാ കറിക്കകത്തു നിന്ന് ഞാൻ കറിവേപ്പില ഇടത്തില്ല, പിന്നെ ഉണ്ടെങ്കിൽ ആവശ്യമായിട്ട് ഇടുകയും ചെയ്യും. അങ്ങനെ കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. നമുക്ക് ചോറിലൊഴിച്ച് കഴിക്കുന്ന ഒരു പരുവം. പരിപ്പ് കറി എന്ന് വെച്ചാൽ ഒരു ഇച്ചിരി കുറുകിയിരിക്കും കേട്ടോ. അങ്ങനെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിടാം. ചെറിയുള്ളിയും കടുകും വറ്റൽമുളകും കൂടെ. പക്ഷേ ചെറിയ ഉള്ളിയില്ല, ഞാൻ കടുകും വറ്റൽമുളകും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഈ സദ്യക്കൊക്കെ നമ്മൾ ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യാട്ടോ ഉപയോഗിക്കുന്നത്. അപ്പം പരിപ്പിന് കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് കൂടുവേ. അങ്ങനെ നമ്മുടെ കടുക് വറുത്ത് ഇനി നമുക്ക് അത് പരിപ്പിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് അത് ആ കുക്കറൊന്ന് കുറച്ച് നേരം അടച്ച് വെക്കണേ കേട്ടോ. അപ്പോഴത്തേക്ക് കഴിക്കാറാകുമ്പോഴത്തേക്ക് തുറന്നാൽ മതി. അപ്പോൾ ഇന്ന് എനിക്ക് അടച്ചു വെക്കാനൊന്നും സമയത്തില്ല, കാരണം ഒരുപാട് ഞാൻ ലേറ്റായിരുന്നു.